ഇതാണ് നന്ദിനി. ഭഗവാന്റെ പ്രിയപ്പെട്ട പിടിയാനയായിരുന്ന ലക്ഷ്മിക്കുട്ടിയുടെ വിയോഗത്തിന് ശേഷം പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ഈ 45-കാരിയെയാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ എവിടെയൊക്കെയാണ് കൃത്യമായി ഓടിയെത്തേണ്ടതെന്ന് നന്ദിനിക്കറിയാം. അക്കാര്യത്തിൽ PT ഉഷയുടെ കണിശത ഇവൾക്കുമുണ്ട്. ഷൈനി വിൽസന് സംഭവിച്ചതുപോലെ ട്രാക്ക് തെറ്റലൊന്നും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നന്ദിനിക്ക് കടവായിലെ ചില പല്ലുകൾ നഷ്ടപ്പെട്ടതിനാൽ വാഴപ്പിണ്ടിയാണ് ഭക്ഷണമായി നൽകുന്നത്. ഓരോ ആനയുടെയും ശാരീരിക സ്ഥിതി അറിഞ്ഞുള്ള ഭക്ഷണവും ചികിത്സയുമാണ് ഇവിടെ നൽകുന്നത്. അല്പം സേവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നിക്കുന്ന മട്ടിൽ ആടി നിൽക്കുന്ന ഈ വനിതാരത്നമാണ് രശ്മി. നന്ദിനി അരങ്ങൊഴിയുമ്പോൾ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനുമെല്ലാം നറുക്ക് വീഴാനുള്ള സാധ്യത ഇവൾക്കാണ്. സംശയമൊന്നും വേണ്ട, പിൻഗാമി 100% ഞാൻ തന്നെ എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഈ ഇളക്കം. ഇന്നത്തെ കാലത്ത് ഓരോന്ന് അംഗീകരിച്ച് കിട്ടുവാനുള്ള പാട് നോക്കണേ. നമുക്കിപ്പം നിലവിൽ 63 ആനകളാണ് നമ്മുടെ ആനക്കോട്ടയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ നമുക്ക് ഒരു ആനയ്ക്ക്, വലിയ ആനയ്ക്ക് 3 പാപ്പാന്മാരും ചെറിയ ആനയ്ക്ക് 2 പാപ്പാന്മാരും എന്നുള്ള റേഷ്യോയിൽ നമ്മൾ പാപ്പാന്മാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം സർക്കാർ സ്കെയിലിൽ തന്നെ ശമ്പളം മേടിക്കുന്നു, നല്ല ഉന്നത രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ആനയെ നമ്മൾ പരിപാലിക്കുന്ന രീതിയാണ് ഗുരുവായൂരപ്പനെ ബാക്കിയുള്ള പ്രൈവറ്റ് ആനകളിൽ നിന്നാലും എന്തിനാലും വ്യത്യസ്തമാക്കുന്നത്. നല്ല സുഭിക്ഷമായ ഭക്ഷണത്തിന് പുറമെ പാപ്പാന്മാർ അവർക്ക് നൽകുന്ന സ്നേഹവും പരിചരണമാണ് ഒരു ആനയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. ഇവിടുത്തെ ആനകൾ എന്ന് പറയുമ്പോൾ ഇവിടെ അമ്പലത്തിലേക്ക്, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന ദിവസങ്ങളിൽ ഒരു വിസ്തരിച്ചുള്ളൊരു കുളി, 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുളി. ആ കുളി എന്ന് പറഞ്ഞാൽ ആനയും പാപ്പാനും തമ്മിലുള്ളൊരു ബന്ധം സുദൃഢമാക്കാനും കൂടെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കുളി. അത് ഇപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, പുറത്ത് പോകുന്നില്ലെങ്കിൽ പോലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരാനയെ തേച്ച് കുളിപ്പിക്കുന്ന, വിസ്തരിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ അവലംബിച്ച് വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി എല്ലാ കാര്യത്തിലും നോക്കുകയാണെങ്കിലും പാപ്പാമാർ വളരെ നല്ല രീതിയിൽ തന്നെ ആനയെ പരിപാലിച്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പം വെറ്റിനറി വിങ്ങിൽ 2 ഡോക്ടേഴ്സാണ് നിലവിലുള്ളത്. അതുകൂടാതെ നമുക്ക് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് 2 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പാപ്പാമാരുടെ അറ്റൻഡൻസും ബാക്കി കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും നോക്കാനായിട്ട് ഒരു സൂപ്പർവൈസർ വിങ് ഉണ്ട്. അതിന് ലൈഫ് സ്റ്റോക്ക് സൂപ്പർവൈസർ നേതൃത്വം നൽകുന്ന ഒരു സൂപ്പർവൈസർ വിങ്ങും കൂടെ ഇവിടെ ഉണ്ട്. ഇവനാണ് ഗോകുൽ. 20 വയസ്സിൻ്റെ തിളക്കവുമായി കുളിക്കുകയാണിവൻ. നല്ലൊരു സ്പോർട്സ്മാൻ കൂടിയാണ് ഗോകുൽ. ശീവേലിക്ക് എഴുന്നള്ളിക്കുവാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവന് നറുക്ക് വീഴാറുണ്ട്. നല്ല നിലവും ഐശ്വര്യവും ഏറെയുള്ള ഇവൻ ഒലിവ് കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ കൂടിയാണ്. ആനയോട്ടത്തിന് നിരവധി സമ്മാനങ്ങൾ ഇതിനകം നേടിക്കഴിഞ്ഞ ഗോകുൽ ഈ ആനത്താവളത്തിലെ മികച്ച പ്രതീക്ഷകളിലൊന്നാണ്. വിശാലമായ ഒരു തേച്ചുകുളിയിലൂടെ പാപ്പാന്മാരുമായി വലിയൊരു സ്നേഹബന്ധമാണ് ഗോകുൽ നേടുന്നത്. ആനയോട്ടത്തിന്, ഈ വർഷത്തെ ആനയോട്ടത്തിന് ഫസ്റ്റ് ആയിരുന്നു. എവിടെയായിരുന്നു ആനയോട്ടം? ആന ഗുരുവായൂർ മഞ്ചുലാലിൽ നിന്ന്, മഞ്ചുലാലിന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. നാടനാനയാണ്, നല്ല നിലവുണ്ട്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലൊരു കൊമ്പാടിയൊക്കെ ആനുണ്ട്. ഉള്ളതിനെക്കാട്ടിലും വലിയൊരു ആനക്കുട്ടിയാണ്, വളർച്ചയുള്ളൊരു ആനക്കുട്ടിയാണ്. പിന്നെ ഓട്ടത്തിൽ ജേതാവാണ്. പിന്നെ അമ്പലത്തിലെ ശീവേലിയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എടുക്കും. പിന്നെ ഇപ്പോൾ ഒലിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്.
ഭക്ഷണവും കുളിയുമെല്ലാം അതിൻ്റെ സർവ്വ അലങ്കാരങ്ങളോടും കൂടി നടക്കുന്ന പുന്നത്തൂർ കോട്ടയിലെ വിശേഷങ്ങൾ പറയുവാൻ ഇനിയുമേറെ ഉണ്ടെങ്കിലും തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച.